ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയാകാൻ യാത്ര പുറപ്പെട്ട ഡോക്ടർ അനിൽ മേനോൻ സോയൂസ് MS-29 ദൗത്യം വിക്ഷേപിച്ചു. റോസ്കോസ്മോസിന്റെ പ്രോട്ടർ ഡ്യൂബ്രോവും അന്ന കിക്കിനെയുമാണ് അനിലിന്റെ സഹയാത്രികർ. കസാഖിസ്ഥാനിലെ ബക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് സോയൂസ് വിക്ഷേപിച്ചത്. വിവരങ്ങളുമായി സുനിൽ അരുമാനൂറാണ് ചേർന്നത്. സുനിൽ, വിജയകരമായി വിക്ഷേപണം പൂർത്തിയായിരിക്കുകയാണ്. ഇനി 11:30 ഈ പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. ഒപ്പം 1:30 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ പുതിയൊരു ചരിത്ര നിമിഷത്തിനായിരിക്കും നമ്മളൊക്കെ സാക്ഷിയാകാനായി പോകുന്നത്. ആ സമയം എന്താണ് കൂടുതൽ വിവരങ്ങൾ? അക്ഷയ്, കേരളപുത്രൻ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ സമയം 8:17 വിക്ഷേപണം നടന്നത്. ഈ വിക്ഷേപണത്തിൽ സോയൂസ് MS-29 വിക്ഷേപണം വിജയകരമായി തന്നെ പൂർത്തിയായതായാണ് ഇപ്പോൾ ഈ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുള്ള ഏജൻസികൾ അറിയിക്കുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ സോയൂസ് MS-29 പേടകം 3 പേരെ വഹിച്ചുകൊണ്ടാണ് മലയാളികൾക്ക് അഭിമാനമായ അനിൽ മേനോനെയും അതോടൊപ്പം തന്നെ 2 റഷ്യൻ സഞ്ചാരികളായ പ്യോട്ടർ ഡ്യൂബ്രോവും അന്ന കിക്കിനെയും ആണ് സഹസഞ്ചാരികളായി അനിൽ മേനോനൊപ്പം ഉള്ളത്. 80 ദിവസത്തെ ഇതിനകത്ത് ബഹിരാകാശ നിലയത്തിനകത്ത് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് വളരെ പ്രത്യേകതയായി ഒരു കാര്യം പറയേണ്ടത്, ഇന്ത്യൻ വംശജനായിട്ടുള്ള നാസ ബഹിരാകാശ സഞ്ചാരിയാണ് ഡോക്ടർ അനിൽ മേനോൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ബഹിരാകാശ ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയാക്കി വരുന്നതിന് വേണ്ടി തന്നെയാണ് ഈ റഷ്യയുടെ MS-29 പേടകം തന്നെ തയ്യാറാക്കി ഈ 3 ബഹിരാകാശ യാത്രികരെയും അയച്ചിരിക്കുന്നത്. വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ത്യൻ സമയം 11:26 തന്നെ ഡോക്കിംഗ് പ്രോസസ്സ് ആരംഭിക്കും. അതായത് ബഹിരാകാശ നിലയത്തിലേക്ക് ഈ സോയൂസ് MS-29 പേടകം കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഡോക്കിംഗ് പൂർത്തിയായാലും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വീണ്ടും മണിക്കൂറുകളുടെ കാത്തിരിപ്പുണ്ടാകും. കാരണം ഈ 3 മോഡ്യൂളുകളായിട്ടാണ് ഈ പേടകത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതിൽ ഓർബിറ്റൽ മോഡ്യൂളാണ് ഇതിനകത്ത് ഈ പേടകവുമായിട്ട് ഡോക്ക് ചെയ്യുന്ന സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്കിംഗ് പ്രോസസ്സ് പൂർത്തിയായ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ പേടകത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. അതിനുശേഷം ബഹിരാകാശ നിലയത്തിൻ്റെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വാതിലുകൾ തുറക്കും. അതിന് ശേഷമായിരിക്കും ഇതിനകത്തേക്ക് പ്രവേശിക്കുക. 3 പേരും പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചില ശാസ്ത്രീയ പരിശോധനകളും ടെമ്പറേച്ചർ മെയിൻ്റനൻസ്, പ്രഷർ മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇവരെ ഈ പേടകത്തിൽ നിന്ന് ബഹിരാകാശ നിലയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. നമുക്കറിയാം, അവിടെ ഫ്രീ ഫാളിങ്, അതായത് ഒഴുകി നടക്കുന്ന ഒരവസ്ഥയാണ് ബഹിരാകാശ നിലയത്തിനകത്തുള്ളത്. വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ഒഴുകി നടക്കുന്ന ഒരു സാന്നിധ്യമാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയുമായി ഇവിടുത്തെ ഉള്ളിലെ പ്രഷറുമായും താരതമ്യപ്പെട്ട് വന്നാൽ മാത്രമേ ഇതിനകത്തേക്ക് വളരെ സേഫായിട്ട് ഇവരെ ഇതിനകത്തേക്ക് ഇറക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രോസസ്സാണ് നടക്കുന്നത്. അത് പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏജൻസിയുടെ നാസയുടെ റിപ്പോർട്ട് പ്രകാരം 1:26 നാളെ, അതായത് ബുധനാഴ്ച പുലർച്ചെ 1:26 അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഇനിയുള്ള ഈ ഡോക്കിംഗ് പ്രോസസ്സിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യങ്ങളിലൊക്കെ അന്തിമമായിട്ടുള്ള ഒരു സമയക്രമീകരണം വരിക. കാരണം ഡോക്കിംഗ് നടന്നു കഴിഞ്ഞാലും അപകട സാധ്യതയുള്ള ചില സമയങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. കാരണം ഈ പേടകം കൃത്യമായി ഡോക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഡോറുകൾ കൃത്യമായി റിലീസ് ചെയ്ത് അതിനകത്തേക്ക് പ്രവേശിക്കുന്നതും, അതായത് ഇതിനകത്ത് നിന്നുള്ള ആളുകൾ തന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. അത് വളരെ മനോഹരം. നമ്മൾ പല ബഹിരാകാശ യാത്രകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വളരെ ശാസ്ത്ര അന്വേഷകർക്ക് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്ര കൗതുകം തന്നെ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ഡോക്കിങ്ങും അതിനുശേഷമുള്ള ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ. ഈ സോയൂസ് MS എന്ന് പറയുന്നത് റഷ്യ USSR ആയിരുന്ന സമയത്ത് തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് പതിപ്പാണ് സോയൂസ് MS-29 എന്ന് പറയുന്ന ഈ പേടകം. ഈ പേടകത്തെ വഹിച്ചുകൊണ്ടുള്ള റോക്കറ്റ് സോയൂസ് 2.1A എന്ന റോക്കറ്റാണ് ഈ പേടകത്തെ വഹിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. വളരെ കുറഞ്ഞ സ്പേസാണ് ഇതിനകത്തുള്ളത്, ഈ പേടകത്തിനകത്തുള്ളതെന്ന് പറയുന്നത്. അതായത്
ഡീസൻറ്റ് മൊഡ്യൂളിനകത്താണ് ഈ 3 പേരടങ്ങുന്നത്. 3 പേർക്ക് മാത്രം കിടന്ന് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് ഈ പേടകം ക്രമീകരിച്ചിരിക്കുന്നത്. റഷ്യ വികസിപ്പിച്ചെടുത്തതിൽ ഏറ്റവും സേഫായിട്ട് ബഹിരാകാശത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏറ്റവും സേഫായിട്ട് നിർമ്മിച്ച് വികസിപ്പിച്ച് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനെ പരിഷ്കരിച്ചുകൊണ്ട് ഉള്ള ഒരു പേടകമാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് 2 ബഹിരാകാശം എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒറ്റപ്പാലം ആണ് ഈ അനിൽ മേനോൻ്റെ പിതാവിൻ്റെ സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാവുന്ന, കേരളീയർക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 11:26 കൂടി തന്നെ ഈ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഇവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരിക എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഈ നാസ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളെന്ന് പറയുന്നത്. ഈ 3 സഞ്ചാരികളും വളരെ വർഷങ്ങളായിട്ടുള്ള പരിശീലനത്തിൻ്റെ ഒടുവിലാണ് ഈ യാത്ര വളരെ വിജയകരമായി തന്നെ വിക്ഷേപണം പൂർത്തിയായിരിക്കുന്നത്. ഇനി ഡോക്കിംഗ് പ്രോസസ്സാണ്. ഇവരുടെ ഈ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പഠനങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് നടത്തുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യൻ ഇതിനകത്ത് നിൽക്കുമ്പോൾ അവരുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളാണ് കൂടുതലും പഠന വിധേയമാക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അക്ഷയ്.